ഉല്ലാസ വിവാഹങ്ങൾ അല്ലെങ്കിൽ നിക്കാഹ് മുത്താഹ് ഈ പേരിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഇന്തോനേഷ്യ. ടൂറിസം മതപണ്ഡിതന്മാർ എതിർത്തിട്ടുള്ള ഈ വിവാഹങ്ങൾ ഇപ്പോൾ ടൂറിസത്തിന്റെ മറവിൽ ഇന്തോനേഷ്യയിൽ കൊഴുക്കുന്നു. ഇന്തോനേഷ്യയിലെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട ആനന്ദ വിവാഹങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ്. വിനോദസഞ്ചാരികളുമായി രാജ്യത്ത് എത്തുന്നവർ പണം കൊടുത്ത് അവിടുത്തെ പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നു. അതിനുശേഷം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് ആനന്ദ വിവാഹങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായും മധ്യപൗരസ്ത്യ ദേശത്തു നിന്നുള്ള പുരുഷ വിനോദസഞ്ചാരികളുമായിട്ടാണ് ഇന്തോനേഷ്യയിലെ ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ള യുവതികൾ പണത്തിന് പകരമായി ഹ്രസ്വകാല വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. ആ ദേശങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പശ്ചിമ ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ സ്ഥലമായ പൻകാക്കിൽ ഈ പ്രതിഭാസം വ്യാപകമാണത്രേ. ഏജൻസികൾ നടത്തുന്ന താൽക്കാലിക വിവാഹങ്ങളിലൂടെ നിരവധി സന്ദർശകർ ഗ്രാമീണ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഗ്രാമീണ സ്ത്രീകൾക്ക് വിനോദസഞ്ചാരികളെ പരിചയപ്പെടുത്തുന്ന ഏജൻസികളാണ് ഈ ക്രമീകരണം നടത്തുന്നത്. രണ്ട് കക്ഷികളും സമ്മതിച്ചു കഴിഞ്ഞാൽ അനൗപചാരികമായ ഒരു വിവാഹ ചടങ്ങ് നടത്തുന്നു. അതിന് ശേഷം പുരുഷൻ സ്ത്രീക്ക് വധുവില നൽകുന്നു. ഇതിന് പകരമായി വിനോദസഞ്ചാരികളുടെ അവിടുത്തെ താമസ സമയത്ത് സ്ത്രീ ലൈംഗികവും ഗാർഹികവുമായ സേവനങ്ങൾ നൽകും. ടൂറിസ്റ്റ് മടങ്ങിപ്പോകുമ്പോൾ വിവാഹം വേർപെടുത്തുന്നു. ഈ ഹ്രസ്വകാല വിവാഹത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് എന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആനന്ദ വിവാഹങ്ങൾ എന്നറിയപ്പെടുന്ന ഈ അനാചാരം ഒരു ലാഭകരമായ വ്യവസായമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് ലോസ് ഏഞ്ചൽസ് ടൈംസിന്റെ റിപ്പോർട്ട്. ദുർബലരായ പാവപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഈ സമ്പ്രദായം സെക്സ് ടൂറിസത്തെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന്റെ അഭാവത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഉല്ലാസ വിവാഹങ്ങൾ അല്ലെങ്കിൽ നിക്കാഹ് മുത്താഹ് എന്ന ഈ സംവിധാനം സ്വീകാര്യമല്ല എന്ന് മിക്ക മതപണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇന്തോനേഷ്യൻ നിയമം ഈ താൽക്കാലിക കരാറുകൾ അംഗീകരിക്കുന്നില്ല. ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നതിനെ തുടർന്ന് ഇന്തോനേഷ്യൻ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം വ്യാപകമാണ്. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലയായ പൂങ്കാക്കിലാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി നടക്കുന്നത്. താൽക്കാലിക വിവാഹങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏജൻസികൾ ഇവിടെ സജീവമാണ് എന്നും സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരം ഏജൻസികൾ വഴി വിനോദസഞ്ചാരികളായി എത്തുന്നവർ ഗ്രാമത്തിലെ സ്ത്രീകളുമായി പരിചയപ്പെടുന്നു. തുടർന്ന് ഇരുകൂട്ടരുടെയും സമ്മതത്തോടെ അനൗപചാരികമായ വിവാഹ ചടങ്ങ് നടത്തും. അതിനുശേഷം പുരുഷന്മാർ സ്ത്രീകൾക്ക് വധുവില എന്ന പേരിൽ പണവും നൽകും. ഈ സ്ത്രീകൾ വിനോദസഞ്ചാരികളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും. താൽക്കാലിക വിവാഹത്തിന് ശേഷം വിനോദസഞ്ചാരികൾക്കൊപ്പമാണ് സ്ത്രീകൾ താമസിക്കുക. ഭർത്താവിന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പെരുമാറുകയും വീട്ടുജോലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഒടുവിൽ ഭർത്താവ് രാജ്യം വിടുമ്പോൾ വിവാഹബന്ധവും വേർപെടുത്തുന്നു. ഈ വിവാഹ സമ്പ്രദായം വിനോദസഞ്ചാരത്തെയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്ന ലാഭകരമായ വ്യവസായമായി വളരുകയാണ്. വിനോദസഞ്ചാരികൾക്കും സ്ത്രീകൾക്കും ഇടയിലാണ് തുടക്കത്തിൽ ഇത് ഉണ്ടായിരുന്നത്. കുടുംബാംഗങ്ങളോ പരിചയക്കാരോ ആയിരുന്നു. എന്നാൽ ഏജൻസികൾ വന്നതോടെയാണ് ഇതൊരു വ്യവസായമായി മാറിയത്. വിവാഹത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം സുദീർഘവും സുസ്ഥിരവുമായ ബന്ധമാണെന്ന് വിശ്വസിക്കുന്നതിനാൽ നിയമപ്രകാരം ഇന്തോനേഷ്യയിൽ ഈ വിവാഹങ്ങൾക്ക് അംഗീകാരമില്ല. ഈ വിവാഹങ്ങൾ പിടിക്കപ്പെട്ടാൽ നിയമങ്ങളുടെ ലംഘനം നടത്തിയതിനുള്ള പിഴയും തടവ് ശിക്ഷയും ലഭിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.